കുണ്ടറയിൽ സിയാദ് എന്ന് പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു. അയാൾ മരണപ്പെട്ടിരുന്ന വലിയൊരു ആക്ഷേപവും ആരോപണമൊക്കെ ഉയരുകയാണ്. അന്ന് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ ആ പോലീസ് ജീപ്പിൽ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കുട്ടിയുടെ അനിയനെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ കുട്ടിയുടെ അമ്മൂമ്മയാണ് ആ പരാതി നൽകുന്നത്. പിന്നെ ഇയാളെ കുട്ടിയെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഈ പെൺകുട്ടിയെ കൂടി പോലീസ് ഒപ്പം ചേർത്തിരുന്നു. മോളെ, അന്ന് നമ്മൾ പോലീസ് ജീപ്പിൽ ഒപ്പം പോയിരുന്നോ? പോയിരുന്നു. എന്നാ പോലീസ് ജീപ്പിൽ എന്തൊക്കെയാണ് നടന്നത്? പോലീസ് ജീപ്പിൽ ചോദിച്ചു, സാറ് ചോദിച്ചു, കൊച്ചിനെ നീ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ എന്തിനാ സ്കൂളിൽ വിടാതെ കൊച്ചിനെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന എന്തിനാ, ഈ രാവിലെ കൊച്ചിനെ വന്ന് വിളിക്കുന്ന എന്തിനാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പം അടിച്ച്. എവിടെ അടിച്ച്? ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചല്ല, ഇങ്ങോട്ട് നട്ടില് പൊട്ടി ഈ ഒരു ഭാഗത്തായിട്ട് അടി ഇത്രയും കൊണ്ടിരിക്കുന്നത്. ഇല്ല, അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് കാര്യം ചോദിച്ചു, ജസ്റ്റ് അടിച്ചു. അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടില്ല, അല്ലാതെ ക്രൂരമായിട്ട് മർദ്ദനം ഇല്ല. അടിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ഇല്ല, അവിടെ അടി ഉണ്ടായിരുന്ന കാര്യം അറിയത്തില്ല. കാരണം ഞാൻ അവിടെ സിയാദ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നായിരുന്നു. അന്ന് രാത്രി തന്നെ സിയാദിനെ ഇറക്കുകയും ചെയ്തു. എൻ്റെ അമ്മ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു അന്ന് രാത്രി തന്നെ സിയാനെ ഇറങ്ങും. 3 മണി വെളുപ്പിന് 3 മണിയപ്പോൾ സിയാനെ ഇറക്കുകയും ചെയ്തു. സിയാദ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിരുന്നു? അന്ന് അനിയനെ തപ്പി ഓരോരുത്തർ നടന്നിരുന്നു പറഞ്ഞു. അപ്പം ഇങ്ങനെ തല പെരുത്ത് വയ്യാന്നും പറഞ്ഞ് ഗുളിക കഴിച്ചിട്ടാ കിടന്നേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര്. അത് നമ്മൾ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു, പിന്നീട് വിട്ടയച്ചു. അതിനുശേഷം സിയാദിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരുപാട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം? ഇല്ല, എനിക്ക് നോർമലി ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പറയുന്നേ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നട്ടലിനൊക്കെ അടിച്ചു, അങ്ങനെ നട്ടലിന് ക്രൂരമായി അടിക്കുന്നൊക്കെ മോളന്ന് കണ്ടിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. കാരണം ബാക്ക് സീറ്റിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടാ സാർ അടിക്കുന്നത്, കൈ കൊണ്ടാ അടിക്കുന്നത്. അല്ലാതെ ആരാ അടിച്ചത്? ശ്രീജിത്ത് സാറ്. ക്രൂരമായ മർദ്ദനമൊന്നും ഇല്ല. അതിനുശേഷം സിയാദിനെ കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? സ്ഥിരമുള്ള ആരോഗ്യവാനായിരുന്നു? തന്നെ. ഇവിടുന്ന് സാധനം പറക്കാനാണെങ്കിലും ഓട്ടോ എല്ലാം നോർമലായിട്ടില്ല, എങ്ങനെയാണോ അതുപോലെ തന്നെ. വീട് മാറുമ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്? ഓട്ടോ ഓടിക്കുമായിരുന്നു. ഓട്ടോ ഓടിക്കുമ്പോൾ നടുവിന് പ്രശ്നം തോന്നി? ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നോർമലി എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെ എപ്പോഴും ഞാൻ കാണുമ്പോൾ അല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു 2 ആഴ്ച കഴിഞ്ഞിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോഴും പ്രശ്നമൊന്നും ഇല്ല. ഓട്ടോയിൽ വന്ന് ഇവിടെ അച്ഛനെ വിട്ടിരുന്നു. അച്ഛനെ തിരക്കി എന്നിട്ട് അവിടുന്ന് പോയത്. 2 പേരും ഉണ്ടായിരുന്നു. ഒരു വൈഫും ഇപ്പൊ വന്നവര് സായി ചേച്ചിയും സിയാദും ഉണ്ടായിരുന്നു. 2 പേരും. ഇപ്പോൾ ഈ മരണപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് പോലീസ് അടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ മോക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അങ്ങനെ എന്താ തോന്നുന്നത്? സങ്കടം തോന്നുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടാ മരിച്ചതെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അത് മഞ്ഞപ്പിത്തം ഇതിനു മുന്നേ വന്നിട്ടുണ്ട് സിയാദിന്. ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ചികിത്സ തേടിയിട്ടില്ല. ഇവിടുന്ന് ഹെൽത്തിൽ നിന്ന് ഒരാൾ വരുന്നിട്ടും അവർ അവരെ ഇതുവരെ ദേഷ്യം നോക്കിയിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പൊ ആ ഒരു ഇത് വെച്ചൊക്കെയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. നട്ടല് പൊട്ടാനുള്ള അടിയൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, അടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഞാൻ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അടി അടിച്ചിട്ടില്ല. ആരോഗ്യവാന സിയാദിനെ മോള് 2 ആഴ്ച കഴിഞ്ഞും കണ്ടിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വീട് മാറി പോയതിനു ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ തിരക്കി ഇവിടെ വന്നിട്ടുണ്ട്. പ്രശ്നം പോലീസ് അടിച്ചു എന്നൊന്നും പറഞ്ഞില്ല? ഇല്ല, അങ്ങനെ ഒന്നും ഒരു പ്രശ്നമോ ഒരു ആരോഗ്യത്തിൽ ഒന്നും ഇല്ലായിരുന്നു. നോർമലി എങ്ങനെയോ അതുപോലെ തന്നെ. ഇതിലും അന്ന് സിയാദിനൊപ്പം ആ പോലീസ് ജീപ്പിൽ സഞ്ചരിച്ച പെൺകുട്ടിയാണ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേർന്ന്. ഈ പെൺകുട്ടി അന്ന് മർദ്ദനമുണ്ടായെന്ന് പറയുന്നു. പക്ഷേ ക്രൂരമായ മർദ്ദനം ഈ പെൺകുട്ടി കണ്ടിട്ടില്ല. ഈ സംഭവം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിയാദ് ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വരെ സിയാദിനെ ഈ പെൺകുട്ടി കണ്ടു എന്നും പറയുന്നു. അന്ന് ഓട്ടോറിക്ഷ ഉൾപ്പെടെ സിയാദ് ഓടിച്ചു എന്നായിരുന്നു പറയുന്നത്. എന്തായാലും ഇതിന്റെ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വസ്തുതകൾ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കണ്ട കാര്യങ്ങളാണ് ആ പെൺകുട്ടി ഇവിടെ വിശദീകരിച്ചത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതികരണം അത് പൊതുസമൂഹത്തിനും പോലീസിനും മുന്നിൽ വയ്ക്കുകയാണ്. ഈ ബാക്കി നടപടികൾ കാര്യങ്ങൾ നീങ്ങട്ടെ. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ വിജയശങ്കർ.